ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിലും സാമൂഹ്യനീതി വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസിൽ ഹൗസ് മദർ തസ്തികയിലേക്ക് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സോഷ്യൽ സയൻസ്, സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 22,500 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഫെബ്രുവരി 24-ന് രാവിലെ 10 മണിക്ക് തൃശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ സൈക്കോളജിസ്റ്റ്, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിലേക്ക് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 2024 ഫെബ്രുവരി 14-ാം തീയതി രാവിലെ 10 മണിക്ക് ഇടുക്കി തൊടുപുഴ വെങ്ങല്ലൂർ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെന്ററിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSc അല്ലെങ്കിൽ MA സൈക്കോളജിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ് ലഭിക്കുക. ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് ആണ്. പ്രായപരിധി 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 9,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ചോല സുരക്ഷാ പദ്ധതിയിൽ പ്രോജക്റ്റ് മാനേജറുടെ ഒഴിവ് വന്നിട്ടുണ്ട്. സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള PG ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ അഞ്ചുകണ്ടിയിലെ ചോല സുരക്ഷാ ഓഫീസിൽ ഫെബ്രുവരി 15-നകം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കാര്യാലയത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 15-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഫെബ്രുവരി 14-ന് രാവിലെ 11 മണിക്ക് മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. PSC നിർദ്ദേശിച്ചിട്ടുള്ള യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഇടുക്കി സർക്കാർ വൃദ്ധ വികലാംഗ സദനത്തിൽ സോഷ്യൽ വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നിയമിക്കുന്നതിന് ഫെബ്രുവരി 15-ന് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. സർട്ടിഫൈഡ് കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്കർ തസ്തികയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 2024 ജനുവരി 1-ന് 25-നും 45-നും ഇടയ്ക്കാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 15-ന് രാവിലെ 10:30-ന് തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധ വികലാംഗ സദനത്തിൽ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന
സമർപ്പിക്കുന്ന വിശദമായ ബയോഡേറ്റ, ആധാർ കാർഡ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ സംഘടിപ്പിക്കുന്ന ജോബ് ഫെസ്റ്റ് ഫെബ്രുവരി 16 രാവിലെ 10:30 മഞ്ചേരി ഏറനാട് നോളജ് സിറ്റി കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് സയൻസിൽ നടക്കും. 30ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 1000-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ സഹിതം രാവിലെ 10:30 കോളേജിൽ ഹാജരാകേണ്ടതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.